ചങ്ങായിമാർ ഒരുപാട് സങ്കടത്തോടു കൂടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. സംഘപരിവാറിനെ പോലത്തെ നാറികൾ ഇന്ത്യയിലെന്നല്ല ലോകത്തെവിടെയുമില്ല എന്ന് തെളിയിച്ച ദിവസമാണ് ഇന്നത്തെ ദിവസം. 98 വയസ്സ് പ്രായമുള്ള ഒരു അമ്മയെ, ഒരു അമ്മൂമ്മയെ സംഘപരിവാറുകാരിന്ന് തെറി വിളിക്കാണ്. തെറി വിളി എന്നെല്ലാം പറഞ്ഞിട്ടല്ല, കേട്ടാൽ അറക്കുന്ന അത്രമാത്രം അസഭ്യങ്ങളാണ് ആ പാവ അമ്മക്ക് നേരെ സംഘപരിവാറുകാർ നടത്തുന്നത്. എന്തിനാണ് തെറി വിളിച്ചതെന്ന് നിങ്ങൾ ആലോചിക്കുന്നത്? ഗസക്ക് വേണ്ടി സംസാരിച്ചതിന്, ഗസയിലെ കുഞ്ഞുങ്ങളുടെ പട്ടിണിയെ പറ്റി സംസാരിച്ചതിന് ആ അമ്മ അത്രമാത്രം സങ്കടത്തോടു കൂടി പറഞ്ഞു, ഗസയിലെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, ഞാനും പട്ടിണി കിടക്കുന്നു. അത് കേട്ടപാട് സംഘപരിവാറുകാർക്ക് കുരുവങ്ങ് പൊട്ടി ആ അമ്മയെ ഇരുന്നും നിന്നും തെറി വിളിക്കുകയാണ് ആ സംഘപരിവാർ നാരികൾ. ആ അമ്മ ആരാണെന്നല്ല നിങ്ങൾ ചിന്തിക്കുന്നത്? പ്രൊഫസർ ലീലാവതി, ടീച്ചറമ്മ എന്ന് കേരളം മൊത്തം വിളിക്കുന്ന ആ ടീച്ചറെയാണ് ഈ സംഘപരിവാറിന്റെ നാറികൾ കേട്ടാലറക്കുന്ന തെറി വിളിക്കുന്നത്. ആ തെറി വിളിയെങ്ങാനും ഈ തെറി വിളിക്കുന്ന സംഘപരിവാറുകാരന്റെ അമ്മയെങ്ങാനും കേട്ടിട്ടില്ല, ആ സംഘപരിവാറുകാരനെ എന്തിനു ഞാൻ പ്രസവിച്ചു എന്നാലോചിച്ച് തലതല്ലി ചത്തിട്ടുണ്ടാവും. അത്രമാത്രം അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന തെറികളാണ് ആ പാവൻ ടീച്ചറമ്മക്ക് നേരെ ഈ സംഘപരിവാറുകാർ പറയുന്നത്. നമുക്കെന്തായാലും ആ ടീച്ചറമ്മ ഇതിനെക്കുറിച്ച് എന്താണ് സംസാരിക്കുന്നത് കേട്ടിട്ട് വന്നാലോ. ഗസ വിഷയത്തിലെ പ്രതികരണത്തെ തുടർന്നുണ്ടായ സൈബർ ആക്രമണത്തിൽ പ്രതികരിച്ച് പ്രൊഫസർ എം ലീലാവതി. എതിർക്കുന്നവർ സ്വതന്ത്രമായി എതിർക്കട്ടെ എന്നും അവരോട് ശത്രുതയില്ലെന്നും എം ലീലാവതി പറഞ്ഞു. ഗസയിലെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എങ്ങനെയാണ് തൊണ്ടയിൽ നിന്ന് ചോറിറങ്ങുക എന്ന എം ലീലാവതിയുടെ പരാമർശത്തിലാണ് സൈബർ ആക്രമണം ഉണ്ടായത്. ഡോക്ടർ ലീലാവതിയുടെ പ്രതികരണം. ഞാൻ കൊച്ചു കുട്ടികൾക്ക് ജാതി മതമൊന്നുമില്ല. കുട്ടികളാണ്. വിശക്കുന്ന കുട്ടികൾ ഏത് നാട്ടിലായാലും ഏത് ജാതിയായാലും ഏത് മതമായാലും എനിക്ക് ഒരുപോലെയാണ്. ഞാൻ അതേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഒരു പ്രത്യേക രാഷ്ട്രീയമൊന്നും അതിന്റെ പിന്നിലില്ല. പണ്ട് 2019 ഞാൻ ഓണത്തിന് വെറും കഞ്ഞി കുടിച്ചു. വേറെ ആരും ഉണ്ടായിരുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാ അന്ന് വയനാട്ടിലെ കുട്ടികളുടെ പട്ടിണിയെ പറ്റി വാർത്ത ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ നാട്ടിലെ കുട്ടികളായാലും ശരി, വേറെ ഏത് നാട്ടിലെ കുട്ടികളായാലും ശരി, എന്റെ കണ്ണിലെ കുട്ടികൾ മാത്രമാണ്. ആ അമ്മ പറഞ്ഞതിൽ എന്താണ് തെറ്റ് സംഖ്യകളെ? ആ അമ്മ പറഞ്ഞതിൽ നിങ്ങൾക്ക് എവിടെയാണ് കുരുപൊട്ടിയത്? ആ അമ്മ ഗസയിലെ കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ദൈവമായ നെതന്യാഹുവിനെ കുറിച്ചോ ട്രംപിനെ കുറിച്ചോ ഒരു അക്ഷരം മുണ്ടിയില്ല. ആ പരനാറികൾക്കെതിരെ ഒരക്ഷരം പോലും അമ്മ പറഞ്ഞില്ല. എന്നിട്ടും നിങ്ങളെ കുരുപൊട്ടി. ആ പരനാറികൾ സത്യം പറഞ്ഞാൽ ഈ ടീച്ചർ തെറി വിളിക്കേണ്ടതാണ്. എന്നിട്ട് അതൊന്നും പറയാതെ ആ കുട്ടികൾക്ക് വേണ്ടി 2 വാക്ക് സംസാരിച്ചപ്പോ 98 വയസ്സ് പ്രായമുള്ള, അതായത് 98 വയസ്സ് പ്രായമുള്ള ഒരമ്മയെ, ഒരു അമ്മൂമ്മയെ നിങ്ങൾക്ക് ഇത്രമാത്രം തെറി വിളിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എത്രമാത്രം മദപ്പതിച്ചിരിക്കുന്നു സംഘപരിവാർ നാറികളെ. നിങ്ങൾ പറയുന്ന ആ ടീച്ചറമ്മ കേരളത്തിലെ കുട്ടികൾക്ക് വേണ്ടി സംസാരിച്ചില്ലാന്ന്. അതാണ് നിങ്ങൾക്ക് വിവരമില്ല എന്ന് പറഞ്ഞത്. ആ ടീച്ചർ തന്നെ പറഞ്ഞിട്ടുണ്ട്, വയനാട് കുട്ടികൾ പട്ടിണി കിടന്നപ്പോ ആ കുട്ടികൾക്ക് വേണ്ടിയും പട്ടിണി കിടന്നിട്ടുണ്ട് ഈ ടീച്ചറമ്മ. അതൊന്നും നിങ്ങൾ കാണൂല. കാരണം നിങ്ങൾക്ക് അന്ധത ബാധിച്ചിട്ടുള്ളേ. നിങ്ങൾക്ക് ഗസക്ക് വേണ്ടി ആരെങ്കിലും സംസാരിച്ചാൽ അത് നിങ്ങളുടെ അമ്മയാണെങ്കിൽ വരെ നിങ്ങൾ ആ അമ്മയെ തെറി വിളിക്കുമെന്ന് ഇന്നത്തെ ഈ കാര്യത്തോടു കൂടി നിങ്ങൾ തെറിയിച്ചിരിക്കുകയാണ് നാറി സംഖ്യകളെ. നമുക്കെന്തായാലും ഇതിന്റെ ബാക്കിയുള്ള വാർത്തകൾ കൂടി കേട്ടിട്ട് വരാം. ആൻമരിയ സണ്ണി വിവരങ്ങളുമായി. ആൻമരിയ സണ്ണി, നമ്മളൊക്കെ ഏറ്റവും ബഹുമാനിക്കുന്ന പ്രൊഫസർ എം ലീലാവതി ടീച്ചറിന് പോലും ഇത്തരത്തിലേക്ക് സൈബർ ആക്രമണം നേരിടേണ്ടി വരുന്നു എന്നുള്ളത് എത്രയോ ദൌർഭാഗ്യകരമാണ്. ഇപ്പോൾ ടീച്ചറുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. വിവരങ്ങൾ. അനുജ, തീർച്ചയായിട്ടും ടീച്ചറമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പ്രൊഫസർ എം ലീലാവതിയുടെ അരികിലേക്ക് ചെല്ലുന്നത്. ആ വ്യക്തിയെക്കുറിച്ചാണ് ഈ രീതിയിൽ, അതും വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ, കേട്ടാൽ അറക്കുന്ന രീതിയിലുള്ള സൈബർ ആക്രമണം നേരിടേണ്ടി വന്നത്. ടീച്ചർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഗസയിലെ കുഞ്ഞുങ്ങൾ, വിശന്നൊട്ടിയ വയറുമായി കൈനീട്ടി നിൽക്കുന്ന ഗസയിലെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ തനിക്ക് എങ്ങനെയാണ് തൊണ്ടയിൽ നിന്നും ചോറിറങ്ങുക എന്നതായിരുന്നു ടീച്ചറുടെ പരാമർശം. ഈ പരാമർശത്തിന് പിന്നാലെയാണ് പ്രൊഫസർ എം ലീലാവതിക്ക് നേരെ രൂക്ഷമായിട്ടുള്ള സൈബർ ആക്രമണം നേരിടേണ്ടി വന്നത്. ചില ഗ്രൂപ്പുകളിലൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള ചില പോസ്റ്റുകൾ വരുന്നു, ചില കമന്റുകൾ വരുന്നു. ഈ രീതിയിലൊക്കെയാണ് സൈബർ ആക്രമണം ഉണ്ടാകുന്നത്. അതിൽ ചില ആളുകൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഗസയിൽ മാത്രമല്ല നമ്മുടെ നാട്ടിലും കുട്ടികൾ വിശന്ന് മരിക്കുന്നുണ്ടല്ലോ, അത് ടീച്ചർ കാണുന്നില്ലേ എന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ വരുന്നു. പല ഗ്രൂപ്പുകളിലേക്കും അടക്കം ഈ പോസ്റ്ററുകളൊക്കെ ആയിട്ടാണ് സൈബർ ആക്രമണം ഉണ്ടാകുന്നത്. ഇതിലാണ് ഇപ്പോൾ ടീച്ചറുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. ഈ പ്രതികരണത്തിൽ തൊട്ട് പിന്നാലെ മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ ടീച്ചറിനെ അനുകൂലിച്ചുകൊണ്ട്, പ്രൊഫസർ എം ലീലാവതിയെ അനുവദിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടിട്ടുണ്ടായിരുന്നു. ഗസയിലെ കുട്ടികളെ കുറിച്ചുള്ള ടീച്ചറുടെ വാക്കുകൾ, അതൊരു മനുഷ്യസ്നേഹിയുടെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകൾ എന്നായിരുന്നു വി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ പ്രൊഫസർ എം ലീലാവതി പറയുന്നത് ഇങ്ങനെയാണ്: എല്ലാ കുഞ്ഞുങ്ങളും തനിക്ക് അമ്മയെ, ഒരു അമ്മ തന്റെ കുഞ്ഞുങ്ങളെ കാണുന്നത് പോലെയാണ് എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ കാണുന്നത്. അതിൽ ജാതിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഗസയിലെ കുഞ്ഞുങ്ങളുടെ
കാര്യങ്ങൾ ഓർത്തുകൊണ്ട് മാത്രമല്ല 2019 വയനാട്ടിലെ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർത്തുകൊണ്ട് ഓണത്തിന് ഞാൻ കഞ്ഞി കുടിച്ച അനുഭവം വരെയുണ്ട്. അതിലൊരു ജാതിയോ മതമോ ഒന്നുമില്ല. എതിർപ്പുകൾ തനിക്ക് ആദ്യം മുതൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ആ എതിർപ്പുകളൊക്കെ എതിർക്കുന്നവർ സ്വതന്ത്രമായി എതിർക്കട്ടെ. ഈ എതിർപ്പുകൾ തന്നെയാണ് ഞാൻ ജീവിച്ചു വന്നത്. ഇനിയും തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ താൻ പറയുക തന്നെ ചെയ്യുമെന്നാണ് പ്രൊഫസർ എം ലീലാവതി പറഞ്ഞിരിക്കുന്നത്. അനുജതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, സൈബർ ആക്രമണമൊക്കെ രൂക്ഷമായിട്ടുള്ള രീതിയിലൊക്കെ പല ആളുകൾക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ പല രീതിയിൽ അത് അങ്ങേയറ്റം കടന്നു കയറിക്കൊണ്ടുള്ള രീതിയിലുള്ള സൈബർ ആക്രമണമൊക്കെ വരുന്നതാണ്. പക്ഷേ ഒരു സമൂഹം ഇത്രയധികം ബഹുമാനത്തോട് കൂടി കാണുന്ന പ്രൊഫസർ എം ലീലാവതി ടീച്ചറെ പോലെയുള്ള ആളുകൾക്കും സൈബർ ആക്രമണം നേരിടേണ്ടി വരുന്നു എന്നുള്ളത് ശരിക്കും സഹിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ പറയാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ തന്നെയാണ് അനുജ. തീർച്ചയായും ഏറ്റവും ദൗർഭാഗ്യകരമാണ്. ആ വിഷയത്തിലാണ് ഇപ്പോൾ പ്രൊഫസർ എം ലീലാവതി ടീച്ചർ പ്രതികരിച്ചത്. ആ 98 വയസ്സുള്ള അമ്മ നിങ്ങളോട് എന്താ പറഞ്ഞെന്നറിയാം? സംഘികളെ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്നല്ല, ലോകത്തെവിടെ പട്ടിണി നടക്കുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും ആ അമ്മ വീണ്ടും വീണ്ടും സംസാരിക്കുമെന്നാണ്. പോയി ചത്തൂടെ നാറികളെ, പോയി തൂങ്ങി ചത്തൂടെ ചാണക സംഖ്യകളെ. ആ 98 വയസ്സുള്ള അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയപ്പോ നിങ്ങൾക്കൊക്കെ സമാധാനമായല്ലോ. പിന്നെ ഞാനൊരു കാര്യം ആലോചിക്കുന്നു, 98 വയസ്സുള്ള ആ അമ്മയെ ബഹുമാനിക്കാൻ വേണ്ടി സംഘപരിവാറിനോട് എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക? ഇന്നലെ ഇവരുടെ ഒരു മന്ത്രി സുരേഷ് ഗോപി ഇതേപോലെ പ്രായമുള്ള ഒരു പാവം അച്ഛനെ അപമാനിച്ചു വിട്ടത് കേരളം മൊത്തം കണ്ടതല്ലേ? എന്നിട്ട് ആ അച്ഛന് നേരെ സൈബർ ആക്രമണം നടത്തുന്ന സംഘികളെ നമ്മൾ കണ്ടതല്ലേ? പിന്നെ എങ്ങനെയാണ് സംഘപരിവാറിനോട് ബഹുമാനിക്കാൻ വേണ്ടി പറയാ, ആദരിക്കാൻ വേണ്ടി പറയാ? സംഘപരിവാറിന് അത് അറിയുകയുമില്ല, സംഘപരിവാർ അത് ചെയ്യുകയുമില്ല. 98 വയസ്സുള്ള അമ്മയെന്നല്ല, അമ്മൂമ്മയെന്നല്ല, കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഗസക്ക് വേണ്ടി സംസാരിച്ചാല് അവരവരെ അറപ്പുണ്ടാക്കുന്ന തരത്തിൽ സംഘപരിവാറുകാർ തെറി വിളിക്കും. അതിൽ സംഘപരിവാറുകാരന്റെ കുഞ്ഞുണ്ടായാലും ശരി, ഇനി അമ്മയുണ്ടായാലും ശരി, അതൊന്നും നോക്കാതെ സംഘപരിവാർ അവരവരെ തെറി വിളിക്കും. എന്നിട്ട് പോലും 98 വയസ്സ് പ്രായമുള്ള ഈ അമ്മ സംഘപരിവാറുകാരെ ലെവലേശം ഭയന്നിട്ടില്ല. ഇനിയും സംഘപരിവാറെ ആ അമ്മ ഗസക്ക് വേണ്ടി സംസാരിക്കും. പട്ടിണി കിടക്കുന്ന ഏതൊക്കെ കുഞ്ഞുങ്ങളുണ്ടോ അവർക്ക് വേണ്ടിയൊക്കെ സംസാരിക്കും. നിങ്ങൾക്ക് പുല്ലുവിലയാണ് ആ അമ്മ തന്നത്. ഈ ഒരൊറ്റ സംഭവം കൊണ്ട് സംഘപരിവാറുകാർ എന്താണെന്ന് കേരളക്കര മൊത്തം മനസ്സിലാക്കി. സംഘപരിവാറുകാർ അമ്മയെ, അമ്മൂമ്മയെ എത്രമാത്രം ബഹുമാനിക്കുന്നുണ്ടെന്ന് ഈ ഒരൊറ്റ കാര്യം കൊണ്ട് മലയാളികൾക്ക് മനസ്സിലാക്കി തന്നതിന് സംഘപരിവാർ നാറികളെ ഒരുപാട് നന്ദി. അതുകൊണ്ട് സംഘപരിവാറുകാരെ ലീലാവതി ടീച്ചർ പറഞ്ഞതുപോലെ, ടീച്ചറമ്മ പറഞ്ഞതുപോലെ തന്നെയാണ് കേരളത്തിന് മൊത്തം നിങ്ങളോട് പറയാനുള്ളത്. ഇനിയും ഗസക്ക് വേണ്ടി കേരളം സംസാരിക്കും, ഉച്ചത്തിൽ സംസാരിക്കും, ഇനിയും ഇതിലേറെ ഉച്ചത്തിൽ സംസാരിക്കും. നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നിങ്ങൾ ചെയ്യും. നിങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്ന് ഈ 98 വയസ്സുള്ള അമ്മക്ക് നേരെ നിങ്ങൾ നടത്തിയ സൈബർ ആക്രമണം കണ്ടപ്പോൾ കേരളം മനസ്സിലാക്കി. അതുകൊണ്ട് കുരുപൊട്ടി സംഖ്യകളെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്ത് കാണിക്കുക. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.